ലോസ്റ്റ് ദ ബസ് എന്നാണോ പറയുക അതോ ഐ മിസ് ദ ബസ് എന്നാണോ പറയുക? നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ഥിരമായിട്ട് വരുത്തുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് നോക്കാം ഇംഗ്ലീഷിൽ കേട്ടോ. സോ ദ ഫസ്റ്റ് വൺ ഇസ് ലൈക്ക് ഐ സെഡ് ഐ ലോസ്റ്റ് ദ ബസ് ആണോ അതോ ഐ മിസ് ദ ബസ് ആണോ? ഞാൻ ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഐ ലോസ്റ്റ് ദ ബസ് എന്ന്. ഐ ലോസ്റ്റ് ദ ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതർത്ഥം എനിക്ക് ബസ് നഷ്ടപ്പെട്ടു, അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബസ് ടൈമിന് കിട്ടിയില്ല, ബസ് കിട്ടിയില്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് യാത്ര ചെയ്യാൻ കിട്ടിയില്ല, അപ്പം അതിന് വേണ്ടി നമ്മൾ പറയേണ്ടത് ഐ മിസ്ഡ് ദ ബസ് എന്നാണ്. ഓക്കെ, ഐ മിസ്ഡ് ദ ബസ്. അതേപോലെ ഐ നോ ഹിം ഗുഡ്, എനിക്ക് അവനെ നന്നായിട്ട് അറിയാമെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഐ നോ ഹിം ഗുഡ് എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്, ഐ നോ ഹിം വെൽ എന്നാണ്. ഓക്കെ, ഐ നോ ഹിം വെൽ, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ പാടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവരെ പറ്റി ആൾക്കാർ പറയുന്നത് ഹീ സിങ്സ് ഗുഡ്. ഹീ സിങ്സ് ഗുഡ് എന്ന് പറയുന്നതിൽ ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൺവേ ആകുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെയല്ല പറയേണ്ടത്, ഹീ സിങ്സ് വെൽ എന്നാണ്. ഓക്കെ, ഹീ സിങ്സ് വെൽ. ഇനി അടുത്തത് കെൻ യു റിപ്പീറ്റ് അഗൈൻ. ഇത് ഒത്തിരി പേര് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ സ്കൂളിലൊക്കെ ഒത്തിരി കേൾക്കുന്ന ഒരു കാര്യമാണ്. ക്യാൻ യു റിപ്പീറ്റ് അഗൈൻ എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ ക്യാൻ യു റിപ്പീറ്റ് അഗൈൻ എന്ന് പറയില്ല. കാരണം റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അഗൈൻ കെൻ യു സേ ദാറ്റ് അഗൈൻ എന്നുള്ള അർത്ഥം വന്നു. അപ്പം നമ്മൾ ഒരേ വാക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? ക്യാൻ യു റിപ്പീറ്റ് എന്ന് മാത്രം ചോദിച്ചാൽ മതി. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞത് നമ്മൾ നന്നായിട്ട് കേട്ടില്ല, അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കണം? ക്യാൻ യു റിപ്പീറ്റ് എന്ന് ചോദിക്കണം. ഓക്കെ, ക്യാൻ യു റിപ്പീറ്റ് അഗൈൻ നമ്മൾ ഇനി ഒരിക്കലും ചോദിക്കരുത്. അതേപോലെ തന്നെ പറഞ്ഞാണ് പ്ലീസ് റിപ്ലൈ ബാക്ക്. നമ്മൾ മെയിലൊക്കെ എഴുതുമ്പോഴാണേലും അല്ലെങ്കിൽ ടെക്സ്റ്റിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് പ്ലീസ് റിപ്ലൈ ബാക്ക്. ഈ പ്ലീസ് റിപ്ലൈ ബാക്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്ലീസ് റിപ്ലൈ എന്ന് വെച്ചാൽ തന്നെ ആൻസർ ബാക്ക് എന്നാണ്, റിസ്പോണ്ട് എന്നുള്ള പോലെ. അപ്പോൾ പിന്നെ ഈ ബാക്കിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലേ ഇല്ല. അപ്പോൾ പിന്നെയും അവിടെ ഒരേ കാര്യം തന്നെ 2 പ്രാവശ്യം പറയുന്ന പോലെ തോന്നും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? പ്ലീസ് റിപ്ലൈ എന്ന് മാത്രം പറയണം, പ്ലീസ് റിപ്ലൈ. അതേപോലെ ഐ വിൽ വർക്ക് ഇൻ ദ നൈറ്റ്, ഐ വിൽ കോൾ ഇൻ ദ നൈറ്റ്. അങ്ങനെയൊക്കെ നമ്മൾ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുമ്പോഴൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷെ അവിടെയും തെറ്റുണ്ട്. ഇൻ ദ നൈറ്റ് എന്നല്ല നമ്മൾ പറയുക, ആറ്റ് നൈറ്റ് എന്നാണ്. സോ ഐ വിൽ വർക്ക് ആറ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിങ്ങനെ നോട്ടീസ് ചെയ്ത കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് മിസ്റ്റേക്സ് വരുത്തുന്നത്. ഇതുപോലെ വേറെ കുറേ സെൻറ്റൻസ് കൂടെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും സെൻറ്റൻസസ് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഐ ലോസ്റ്റ് ദ ബസ് ഇനി പറയില്ല, ഐ മിസ് ദ ബസ്, ഐ നോ ഹിം വെൽ, കെൻ യു റിപ്പീറ്റ്, പ്ലീസ് റിപ്ലൈ, ഐ വിൽ വർക്ക് ആറ്റ് നൈറ്റ്. ഇതേപോലെ സിമ്പിളായിട്ട് ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്രയും സീരിയസ് ആയിട്ട് പഠിക്കണം, അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൗൺസിലറിനെ കോൺടാക്ട് ചെയ്യാനോ അതേപോലെ കോഴ്സിൻ്റെ സകല ഡീറ്റെയിൽസും എടുക്കാനും പറ്റും. അപ്പോൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു കോഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ട സമയത്ത് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും, നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ ഗിവ് ഇറ്റ് എ ട്രൈ. താങ്ക് യു. English Mithra. Stop worrying, start learning.